ഒരുപാട് നമ്മൾ വാഴ പ്രതീക്ഷിക്കുമ്പോൾ ത്രൂ ഔട്ട് കോമഡിയാണ്. ത്രൂ ഔട്ട് കോമഡി അല്ല, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഫാമിലി പടമാണ്. കോമഡി ആവശ്യത്തിനുണ്ട്. ഷിജു മറ്റേ ജോമോൾ തന്നെ ചെയ്തിട്ടുണ്ട് കോമഡി. പിന്നെ അസീസ് തന്നെ ചെയ്തിട്ടുണ്ട്. അസീസാണ് സീരിയസ് റോളാണ്. ത്രൂ ഔട്ട് കോമഡി അല്ല, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ നല്ല മെസ്സേജ് ഉണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്, യാതൊരു ലാഗും ഇല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അനശ്വരാണ് ചെയ്തിട്ടുണ്ട്, മല്ലിക സുകുമാരാണ് ചെയ്തിട്ടുണ്ട്, ബൈജു ആണ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ചെറിയ ലോ ബഡ്ജറ്റ് ഫിലിമാണ്. നല്ല സ്ക്രിപ്റ്റാണ്. അനശ്വരാണ് ചെയ്തിട്ടുണ്ട്. അനശ്വര കാണുമെങ്കിൽ അടുത്ത ഉർവശി പോലെ എനിക്ക് തോന്നുന്നു. നല്ല നടിയാണ്. മല്ലിക സുകുമാരനാണ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു അമ്മൂമ്മയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോമോഡുള്ള കോമഡി ഉഗ്രനാണ്. പക്ഷെ വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല, കുറച്ച് സെൻറ്റിമെൻറ്റ്സും ഫാമിലിയിലുണ്ട്. ക്ലൈമാക്സ് നല്ല മെസ്സേജും ഉണ്ട്. നല്ല സിനിമ. സൂപ്പറായിട്ട് ടോട്ടാലിറ്റി സൂപ്പർ പടം. പടം മൊത്തത്തിൽ നല്ല രസം. ഒരു മിനിറ്റ് പോലും പോരാടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? സിനിമ കയറി കാണണം, അടിപൊളിയാണ്. ഞാനതൊരു ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ആ കോമഡിയാണ് ശരിക്കും, പേര് പോലെ വ്യസനമൊന്നുമില്ല. അതിൻ്റെ അകത്ത് കയറിയ കോമഡിയാണ്. എന്നാൽ അതിൻ്റെ അകത്തൊരു സറ്റയറുണ്ട്, പിന്നെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു സിനിമ. എല്ലാവരും കയറി കാണും. അടിപൊളി പടമാണ്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം. ഇന്നോ നാളെയായിട്ട് എന്തായാലും കാണണം. കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആണ്. അടിപൊളി പടമാണ്. എല്ലാ രീതിയിലും ഹാപ്പി വൈസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണും. പെർഫോമൻസ് ആണ്. ഒരു നല്ല ഫ്രഷ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. അടിപൊളി. ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കിട്ടിയ റെസ്പോൺസ്. ഇനിയും ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയും. എല്ലാവരും കാണാം. ഇതൊരു ഇമോഷണൽ